ഇത്തരത്തിൽ ശോധന ചികിത്സകൾ കഴിഞ്ഞതിനു ശേഷം രോഗം വീണ്ടും വരാതിരിക്കുന്നതിനും ധാതുക്കളുടെ പുഷ്ടിയുണ്ടാക്കുന്നതിനും നല്ല രീതിയിലുള്ള ധാതുക്കളെ പരിപാലിക്കുന്നതിനും വേണ്ടി ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് രസായന ചികിത്സ എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ പലതരത്തിലുള്ള രസായന ചികിത്സകൾ പറയുന്നുണ്ട്. ത്വഗ് രോഗങ്ങൾക്ക് അല്ലെങ്കിൽ കിടിപം പോലെയുള്ള ത്വഗ് രോഗങ്ങൾക്ക് വിശേഷിച്ച് പറയപ്പെടുന്ന ചില രസായന ചികിത്സകളാണ് അമൃതഭല്ലാതക രസായനം, അല്ലെങ്കിൽ ഭല്ലാതക രസായനം, ഭൃംഗരാജ രസായനം, തൂരക രസായനം എന്നിങ്ങനെ അസംഖ്യം രസായനം യോഗങ്ങൾ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള കിടിപ ത്വഗ് രോഗങ്ങളെ എല്ലാം ശമിപ്പിക്കുന്നതിന് കാണാവുന്നതാണ്. രസായന ചികിത്സ നേരിട്ട് ചെയ്യാവുന്ന ഒന്നല്ല. ശരീരത്തിൽ ശോധന ചികിത്സകൾ ചെയ്തതിന് ശേഷം, ശരീരം ശുദ്ധമാക്കിയതിന് ശേഷം മാത്രം ചെയ്യാവുന്ന ചികിത്സാ രീതികളാണ് രസായന ചികിത്സകൾ. രസായന ചികിത്സയുടെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് രോഗം പുനരാവിർഭവിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ത്വഗ് രോഗങ്ങളും, പ്രത്യേകിച്ച് കിടിപം പോലെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ത്വഗ് രോഗങ്ങൾ ചികിത്സ ചെയ്യുമ്പോൾ അത് രസായനത്തിൽ കൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ചികിത്സ പോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് പഥ്യാപഥ്യങ്ങൾ. ആയുർവേദം പറയുന്നത് പഥ്യം ചെയ്യുന്ന ഒരാൾക്ക് ചികിത്സ എന്തിനാണ് എന്നാണ്, അല്ലെങ്കിൽ പഥ്യം ചെയ്യുന്ന ഒരാൾക്ക് ചികിത്സ ആവശ്യമില്ല എന്നാണ്. ഇത് രണ്ട് തരത്തിലാണ് മനസ്സിലാക്കുന്നത്. ഒരാൾ ശരിയായ രീതിയിൽ പഥ്യ നിഷ്കർഷയോടുകൂടി ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ചികിത്സ ആവശ്യമേ ഇല്ല എന്നാണ്. കാരണം ഈ പഥ്യക്രമങ്ങൾ കൊണ്ട് തന്നെ രോഗം പൂർണ്ണമായും ഭേദപ്പെടും എന്നുള്ളതാണ്. ഇനി പഥ്യം നോക്കാതിരിക്കുന്ന ഒരാളെ ചികിത്സിച്ചിട്ട് എന്താണ് കാര്യം എന്നാണ് അടുത്ത ചോദ്യം. കാരണം ഏതൊരു ശാസ്ത്രീയമായ ചികിത്സ ചെയ്യുമ്പോഴും പഥ്യനിഷ്കർഷ ശരിയായ രീതിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ചികിത്സ പൂർണ്ണമായും ഫലപ്രാപ്തിയിലെത്തുന്നില്ല, അല്ലെങ്കിൽ ആ ചികിത്സ കൊണ്ട് ഫലമുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പഥ്യനിഷ്കർഷ എത്രമാത്രം പ്രധാനമാണ് എന്നുള്ളത്. അത് കിടിപം പോലെയുള്ള ഇത്തരം രോഗങ്ങളിലും ഈ പഥ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പഥ്യം എന്നതുകൊണ്ട് പലപ്പോഴും സമൂഹത്തിൽ തെറ്റിദ്ധാരണകളാണ് നിലനിൽക്കുന്നത്. പഥ്യം എന്നത് ഔഷധത്തിനുള്ള പഥ്യമാണ് എന്നാണ് പൊതുവെ ജനങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ഔഷധത്തിനുള്ള പഥ്യം എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ളതാണ്. പക്ഷേ പഥ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗം വരാതിരിക്കാനുള്ള കാരണങ്ങളെ, അല്ലെങ്കിൽ രോഗം വരുന്നതിനുള്ള കാരണങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളത് കൊണ്ടാണ് പഥ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശുദ്ധമായ ഏതൊരു ചികിത്സയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് രോഗശമനത്തോടൊപ്പം തന്നെ പാർശ്വഫലങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ആധുനിക വൈദ്യശാസ്ത്ര പ്രകാരം സോറിയാസിസ് പോലെയുള്ള രോഗങ്ങൾ ചികിത്സിക്കുമ്പോൾ ദീർഘകാലാനുബന്ധമായി ഇത്തരം ഔഷധങ്ങൾ സേവിക്കുന്നത് പലതരത്തിലുള്ള പാർശ്വഫലങ്ങളും കണ്ടുവരുന്നുണ്ട്. എന്നാൽ ശാസ്ത്രീയമായ രീതിയിൽ ആയുർവേദ ചികിത്സ ചെയ്യുന്നതുകൊണ്ട്, ഇത്തരത്തിലുള്ള ശമനമോ ശോധനമോ രസായനമോ ആയിട്ടുള്ള ചികിത്സകൾ ചെയ്യുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും രോഗിക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ചികിത്സാ രീതിയുടെ മേന്മയായി കണക്കാക്കപ്പെടുന്നത്.